കർണാടകയുടെ ചരിത്രഭൂമിയിലൂടെയുള്ള ഈ ഒരു യാത്ര ഇന്നുള്ളത് ബദാമി ഫോർട്ടിലാണ്. കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകം. അഗസ്ത്യ തീർത്ഥ തടാകത്തിൻ്റെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു കോട്ട കാഴ്ചയുടെ പറുദീസയാണ്. കോട്ടയ്ക്കുള്ളിലെ പുരാതന ക്ഷേത്രങ്ങളും കൊത്തുപണികളും തകർന്ന കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളും കാഴ്ചയുടെ ഒരു മായാലോകം തന്നെയാണ്. പോവാം നമുക്ക് ചാലൂക്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായ ബദാമിയിലേക്ക്, അവിടുത്തെ കോട്ടയിലേക്ക്. ഞാനെന്തായാലും ഒരു ചായ കുടിക്കാൻ നിർത്തി. ഇവിടെ ലൈറ്റ് വന്നു തുടങ്ങുള്ളൂ, നേരം വെളുത്തു തുടങ്ങുള്ളൂ. 6:30 കഴിഞ്ഞു. 6:30 കഴിഞ്ഞിട്ടും ഇപ്പോഴും ഡാർക്ക് തന്നെയാണ്. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് അപ്പോഴത്തേക്കും ലൈറ്റ് ഇവരുടെ ചായ ഒരു രക്ഷയിലാട്ടോ. ഇവിടെ തേയിലയുടെ സെറ്റപ്പാണ് തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അവിടെ കുടിക്കാൻ കിടിലൻ ചായ കിടണം. രാവിലെ തന്നെ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങി. ആദ്യം പോകുന്നത് ബദാമി ഫോർട്ടിലേക്കാണ്, പിന്നെ പട്ടടക്കൽ. ഈ 2 സ്ഥലമാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മല കണ്ടോ? ഈ മലയിലാണ്, ഇതിങ്ങനെ കിലോമീറ്ററോളം ഉണ്ട്. ഈ ഒരു മലയിലാണ് ബദാമി കേവ് ടെമ്പിൾസ് എല്ലാം വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബദാമി ഫോർട്ട് വരുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നുകൊണ്ട് തന്നെ ബദാമി ഫോർട്ടിൻ്റെ ഒരു കിടിലൻ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റി. ഞാനങ്ങനെ ഫോർട്ടിൻ്റെ അടുത്തെത്തി. ഫോർട്ടിൻ്റെ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം കണ്ട ഭൂതനാഥ ടെമ്പിളില്ലേ, ആ ടെമ്പിളിൻ്റെ അവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട്, കുറച്ച് നടന്ന് നമ്മൾ നേരെ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. പിന്നെ ഇത് ലേക്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഭൂതനാഥ ടെമ്പിൾ തന്നെ. റൈറ്റ് സൈഡായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ബദാമി ഫോർട്ട് വന്നു, ലെഫ്റ്റ് സൈഡായിട്ട് ബദാമി കേവ് വന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഈ ലേക്കിന് ചുറ്റുമാണ് എല്ലാം വരുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബദാമി ഫോർട്ടിലേക്കാണ്. ഓക്കെ, ഇതിൻ്റെ എൻട്രി ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ഫോർട്ടിൻ്റെ എൻട്രൻസിലേക്കൊക്കെ എത്താറായിട്ടോ. നല്ല ക്ലീനായിട്ടോ എൻട്രൻസൊക്കെ കിടക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. വലിയൊരു പാറക്കല്ല് എൻട്രൻസ് തന്നെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എൻട്രൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് കല്ലുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. കല്ലൊക്കെ നല്ലൊരു ഷേപ്പിൽ കൊത്തിയെടുത്ത് എൻട്രൻസ് അത് ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻട്രൻസ് കടന്നു ചെല്ലുന്ന ഒരു കിടിലൻ കാഴ്ചയിലേക്കാട്ടോ. 2 കൂറ്റൻ പാറയും അതിൻ്റെ അടിയിലായിട്ട് നല്ല കളർഫുള്ളായിട്ടൊരു ചെടി. എന്ത് ഭംഗിയാന്നൊക്കെ ഇത് കാണാനായിട്ട്. വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നല്ല നീറ്റായിട്ടോ ഇവിടെ കിടക്കുന്നതെല്ലാം. ബദാമി ഫോർട്ടിലേക്ക് വരാനായിട്ട് നമുക്ക് പാസ്, എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള മ്യൂസിയം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത്. മ്യൂസിയത്തിന് തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഫോർട്ടിലേക്ക് തന്നെ. ഫോർട്ടിൽ ഇവിടെ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആട്ടോ. നമുക്ക് നേരെ ഇനി ഫോട്ടോ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാം. ഈ കൂറ്റൻ പാറക്കല്ലുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കവാടമുണ്ട്. ഈ കവാടം കടന്ന് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. ആ കയറി വന്ന എൻട്രൻസൊക്കെ കിടക്കുന്ന നോക്കി, എന്ത് നീറ്റായിട്ട് കിടക്കണമെന്ന് നോക്കി, എന്ത് ഭംഗിയാണ് കാണാനെന്ന് നോക്കി. സ്റ്റെപ്പ് കയറിയാണ് പോയി നോക്കാം. കരിങ്കല്ലുകൊണ്ട് തന്നെയായിട്ട് ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തേക്കുന്നത്. നമ്മൾ ആ കയറി വന്ന ഒരു എൻട്രൻസാണ് കാണുന്നത്. 2 വലിയ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെയാണ് ഈ ഇങ്ങോട്ടുള്ള ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മലയുടെയൊക്കെ ഒരു ഹൈറ്റ് നോക്കി. ഇവിടെ ഹിഡനായിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ഇങ്ങോട്ട് അധികം ആൾക്കാരൊന്നും വരാറില്ല. ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ മേളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാണാനെന്താ പറയുക. പക്ഷേ അങ്ങോട്ട് കയറി പോകണ വഴി എന്ന് പറഞ്ഞാൽ ഒരു 2 പാറയുടെ ഉള്ളിൽ കൂടെ ചെറിയൊരു വഴി എന്നൊന്നും പറയാൻ പറ്റില്ല,
അതിൽ കൂടെ പിടിച്ചു പിടിക്കണം നമുക്ക് മേളിലേക്ക് കയറാനായിട്ട്. നമുക്കൊന്ന് മേളിൽ കയറി വെക്കാം, അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെന്ന്. എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെയാട്ടോ ഈ ഒരു വഴിയുള്ളത്. ചെറിയൊരു വഴിയാണ്. ഇതിലെ ആളുകളൊക്കെ കയറി വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്തായാലും ഇങ്ങനൊരു വഴി കണ്ടതുകൊണ്ട് അങ്ങോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു ഗുഹയെല്ലാം കാണുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും ചെറിയ വഴി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുത്തനെയുള്ളൊരു സ്റ്റെപ്പാട്ടോ. ഒരു വഴി കൂടി അവിടെ കയറി പോണേ. ഇവിടെ അങ്ങനെ ആരും കയറി വരാറില്ല. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഇങ്ങനെ കയറി ചെല്ലാൻ ഒരു ടെമ്പിളിലേക്കാണ്. അവിടെ നിന്ന് കുറേ ടെമ്പിളുകൾ കാണല്ലേ, അതിലൊരു ടെമ്പിളാണിത്. എൻ്റെ അമ്മോ, ഇതിലെങ്ങനെ കയറിപ്പോവും? ഇതാണ് ആ ടെമ്പിളിലേക്കുള്ള വഴി. ഇതിൽ പക്ഷെ നമ്മൾ എങ്ങനെ കയറും? എന്തായാലും ഒന്ന് കയറി നോക്കാം. ചെറിയൊരു വഴിയാണ്, 2 പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി. എൻ്റെ അമ്മ, മുകളിൽ ചെന്നാൽ നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. എൻ്റെ പൊന്നു, എങ്ങനെ കയറിപ്പോയിന് മുകളിലൊക്കെ? ഈ 2 പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം ആ ടെമ്പിളിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഇതെങ്ങനെ കയറുമെന്ന് അറിയില്ല. ഇങ്ങോട്ട് കയറി വന്ന വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ. എൻ്റെ കയ്യിൽ ബാഗ് ഉള്ളതുകൊണ്ട് എനിക്ക് ബാഗും പിടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അത്രയും ചെറിയൊരു വഴി ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ ആ കയറി വന്ന വഴിയാണ്ടോ. ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 2 വാച്ച് ടവർ. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ. ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചാൽ, നമ്മൾ ആ കയറിപ്പോയ വഴിയില്ലേ, അതിലെയാണ് നമ്മൾ ആ അപ്പർ ശിവയിലേക്കും ലോവർ ശിവയിലേക്കൊക്കെ നടന്നു പോയ വഴിയാണ്. ആ 2 പാറയുടെ ഉള്ളിൽ കൂടെ പോയ വഴിയില്ലേ, ആ പാറയുടെ അത്ര ഹൈറ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാറ നമുക്ക് കറക്റ്റ് നമ്മുടെ നേരെയാണ് പാറ തന്നെ. ആ താഴത്തേക്കോടുള്ള വഴിയാണ് നമ്മളിങ്ങനെ കയറി അപ്പർ ശിവാലയുടെ അടുത്തേക്ക് ഇത്. ശിവാലയ ടെമ്പിൾ ഉണ്ടോ, അത്ര മേളിലാണ്. ഇതേ കാണുന്നതാണ് ശിവാലയ ടെമ്പിൾ. അപ്പർ ശിവാലയ ടെമ്പിളാണ് കാണുക. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് കയറി വന്ന വഴി കുറച്ച് റിസ്ക്കാണ്. കുഞ്ഞ ഒരു പാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ. പിന്നെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യവും. ബാഗൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ട് കാണുന്ന വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കയറാനുള്ള നേരെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ബദാമി കേവും പിന്നെ ബദാമിയുടെ ആ ഒരു ഗ്രാമക്കാഴ്ച അത്ര ഇതില്ല, തൊട്ടടുത്ത് തന്നെ കാണുന്ന പോലെ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന വ്യൂ ഒക്കെ ഇല്ലേ, അത് ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ച് വണ്ണമുള്ള ആളുകൾക്കൊന്നും ഇതിൽ കയറി വരാൻ പറ്റില്ല. ഞാൻ തന്നെ ഒരു കഷ്ടിച്ചാണ് ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നത്. ഇത് ഇറങ്ങിപ്പോലും മാത്രം കുറച്ച് ടാസ്ക്കാണ്. ഇതിങ്ങനെ വന്ന് ചെറിയൊരു ഗുഹ പോലെ ആയിപ്പോവും. ഇതിലിറങ്ങലാണ് കുറച്ച് ടാസ്ക്. എൻ്റെ അമ്മ, ഇതിലിറങ്ങൽ മാത്രമാണ് ചെറിയൊരു ടാസ്ക് വന്നത്. എന്നാലും കുഴപ്പമില്ല, കയറിപ്പോൾ കണ്ട കാഴ്ചകൾ അതിനുള്ളതുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ അതിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഫോർട്ടിൻ്റെ മുകളിലേക്ക് പോവാം. ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ കുരങ്ങന്മാരുടെ ശല്യമാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ. ഷോൾഡർ ബാഗൊക്കെ ഉണ്ട്. ബാഗൊന്നും ഒരു സ്ഥലത്ത് പോലും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. വന്ന അപ്പം കുരങ്ങൻ വന്ന് പിടിക്കും. ഓ എൻ്റെ മോനെ,
ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഇത് വേറെ സംഭവം തന്നെയാണ് കേട്ടോ. പടുകൂറ്റൻ 2 മല, അതിൻ്റെ ഉള്ളിലേക്കൊരു വഴി. ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റും വലിപ്പമൊക്കെ കണ്ടിട്ട് കിളി പോയ പോലെ. വീഡിയോയിൽ ഇത് എത്രമാത്രം ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് മുകളിലേക്ക് നടന്ന് കയറി നോക്കാം. ഒറ്റയ്ക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ എന്തൊക്കെയോ ഒരു ഫീല്. ഓരോ സ്റ്റെപ്പ് തന്നെ ഉണ്ടല്ലോ, എന്ത് വൃത്തിക്കാണ് ചെയ്ത് വെച്ചേക്കണേന്ന് നോക്കി. ഇവിടെ ശരിക്കും വീക്കെൻഡുകളിൽ മാത്രമാണ് ആളുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും, ആരും തന്നെ ഉണ്ടാവില്ല. 1-2 ആളുകളെ കണ്ടു, അതുപോലെ ഉള്ളൂ. ശരിക്കും ഒറ്റയ്ക്കാണ് നമ്മൾ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇതിങ്ങനെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇത് നടന്ന് കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചൊരു ഗുഹയാണിത്. അപ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ശരിക്കും ഇതേപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നടന്ന്, അതായത് വീക്കെൻഡുകളിൽ നിങ്ങൾ വരരുത്, അല്ലാത്ത ദിവസങ്ങളിൽ വന്ന് ഇത് ഒറ്റയ്ക്ക് തന്നെ നടന്ന് കാണുക, എന്നാലാണ് ഈ ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ പോകുന്ന വഴിയിലും ഓരോരോ രൂപങ്ങൾ കുത്തി വച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലേക്കൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ പേടിയാവും. ഇത് ഞാൻ ഒറ്റയ്ക്ക് നടക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പേടിയൊക്കെ കിട്ടുന്നത്. കുറച്ച് 1-2 ആളുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടില്ല. ഒറ്റയ്ക്ക് വന്നാൽ മാത്രമാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതുപോലുള്ള വാച്ച് ടവറുകൾ ഈ ഒരു കോട്ടയുടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാം കേട്ടോ. ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ഇടുങ്ങിയ പോലെ ആവും. ഇവിടെ ഒരു ചെറിയൊരു കവാടം ഉണ്ട് കേട്ടോ. ഈ കവാടത്തിലും രൂപങ്ങൾ കൊത്തി വച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഇങ്ങനെ 2 വഴികളുണ്ടാവും. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഇവിടെ വേറെ ബോർഡുകൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഒക്കെ നേരെ പോയി എന്താ ഉള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ വഴി നമ്മളങ്ങനെ നേരെ കയറി ചെന്നത് ലോവർ മഹാലയ ടെമ്പിളിലേക്കാട്ടോ. ഞാനത് കാണിച്ചു തരാം. കിടിലൻ വ്യൂ ആട്ടോ ഇവിടെ നോക്കുമ്പോൾ. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ ബദാമി കേവൊക്കെ കാണാൻ പറ്റും. ഇതാണ് ലോവർ ശിവാലയ ടെമ്പിൾ വരുന്നത്. ഇതിൻ്റെ വാസ്തുവിദ്യയിലും കൊത്തുപണികളിലൊക്കെ ഒരുപാട് സവിശേഷതകളുണ്ട്. ചുവന്ന കല്ലുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ബദാമിയിലെ ഗ്രാമങ്ങളിലെ മുഴുവൻ കാഴ്ചയും കാണാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ആദ്യം കയറിയ ബദാമി കേവ്, അതുപോലെ തന്നെ ബദാമിയിലെ ഗ്രാമത്തിലെ ഫുള്ള് കാഴ്ച, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അടിപൊളി. ഇത് ആ കാണുന്നതാണ് നമ്മൾ ആദ്യം കയറിയ ബദാമി കേവ് ക്ഷേത്രങ്ങളൊക്കെ വരുന്നത്. ഇത് ബദാമിയുടെ ഫുള്ള് ഗ്രാമങ്ങളുടെ ഫുള്ള് കാഴ്ചയാണ്. ഇവിടെ നോക്കിയാൽ ബദാമി ഫുള്ള് നമുക്ക് കാണാം. കിടിലൻ വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഇത്രയും വലിയൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ഭംഗി നോക്കി. കോട്ടയുടെ മുകളിൽ ഒരു അറ്റത്തായിട്ടാട്ടോ ഈ ലോവർ ശിവാലയ ടെമ്പിൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. ആ കാണുന്നത് മറ്റൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടത് ലോവർ ശിവാലയാണ്. നമുക്കിനി അപ്പർ ശിവാലയിലേക്ക് പോയി നോക്കാം. അപ്പർ ശിവാലയിൽ ചെന്നിട്ട് മിക്കവാറും ഇതുപോലെ ബദാമിയുടെ അവിടെ നിന്നിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും. എന്തായാലും നമുക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം.
ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഈ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ആ 2 വഴി കണ്ടില്ലേ, അവിടം വരെ തിരിച്ച് നടന്നിട്ട് മറ്റേ വഴി കൂടെയാണ് നമുക്കിനി അടുത്ത് പോകേണ്ടത്. വീണ്ടും അതേപോലെ തന്നെ 2 പാറയുടെ ഉള്ളിൽ കൂടെ കുത്തനെ ഒരു സ്റ്റെപ്പാട്ടോ ഇനിയും വരുന്നത്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പാറക്കല്ല് തന്നെ കൊത്തി സ്റ്റെപ്പാക്കി വെച്ചേക്കും കേട്ടോ. അല്ലാത്ത സ്ഥലത്ത് സ്റ്റെപ്പ് കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചേക്കണം. നല്ല രീതിയിൽ നടക്കാൻ കേട്ടോ ഈ ഫോട്ടോ. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒന്നുമല്ല, കുറച്ചൊക്കെ സ്റ്റാമിന വേണം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ. ചുറ്റും പാറക്കെട്ടും ഉള്ളിലൂടെ ഒരു വഴിയും. മുകളിലേക്കൊന്നും ഞാൻ നോക്കല്ല, ഈ ഒരു വഴിയാണ് ഞാനിങ്ങനെ കയറി വന്നത്. പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്കിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. അതും ചിലതൊക്കെ നല്ല പച്ച പിടിച്ചാട്ടോ നിൽക്കുന്നത്. നല്ല പച്ചപ്പുള്ള മരങ്ങളുണ്ട്, ചെറിയ ഇലകളുള്ള മരങ്ങളാണ്. പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ടല്ലേ. ആദ്യം നമുക്ക് നോക്കുമ്പോൾ ഇലകളില്ലാത്ത മരമാണെന്ന് തോന്നും, പക്ഷെ ഇതിനകത്ത് ഇലകളുണ്ട്, ചെറിയ ഇലകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇതേപോലുള്ള ചെറിയ പാറക്കെട്ടിൻ്റെ ഇടയിലുള്ള ചെറിയ വഴികളാണ്. വീണ്ടും അതേപോലെ തന്നെ 2 വഴി വന്നു, ലെഫ്റ്റും സ്ട്രൈറ്റും വഴിയുണ്ട്. നമുക്കെന്തായാലും ലെഫ്റ്റ് പോയി നോക്കാം. ഇവിടെ ഇതാണൊരു പ്രശ്നം, വഴി ഒരു മനസ്സിലാവുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളാണ്. ഇപ്പോൾ വഴി മനസ്സിലായി. ഇത് നമ്മൾ കയറി ചെല്ലണത് ബദാമി ഫോർട്ടിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു 360 നിന്നുകൊണ്ട് നമുക്ക് ബദാമിയിലെ ഫുൾ ഗ്രാമങ്ങളുടെയൊക്കെ ഫുൾ കാഴ്ച കാണുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത്. അത്യാവശ്യം വെയിലായിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. കാരണം ലോവർ ശിവാലയിൽ ഇരുന്ന് നമ്മൾ കണ്ട കാഴ്ച തന്നെ അത്ര മനോഹരമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയുള്ള എന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, നമുക്കൊന്ന് കയറിയൊക്കെ എന്താണെന്നുള്ളത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ വ്യൂ പോയിൻ്റ്. ഇതിൻ്റെ താഴത്തോടൊരു വഴിയും കാണുന്നുണ്ട്, പക്ഷെ അത് ലോക്ക് ചെയ്തേക്കാണ്. എന്ത് ഭംഗിയിലെ ഈ ഒരു വ്യൂ പോയിൻ്റ് തന്നെ ചെയ്തിരിക്കുന്നതൊക്കെ. ഇവിടെ നിന്നപ്പോൾ എനിക്കൊരു വേറൊരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റും പിന്നെ അമ്പലത്തിൽ നിന്നുള്ളൊരു പാട്ടും നല്ലൊരു തണുത്ത കാറ്റും ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നല്ലൊരു ഫീലാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത്. അത്ര ഹൈറ്റിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. അതായത് ബദാമി ഫോർട്ടിലെ ഏറ്റവും ബദാമിയിലെ ഗ്രാമങ്ങളെല്ലാം കാണുന്നൊരു വ്യൂ പോയിൻ്റാണിത്. ഒരു ഗ്രാമം മുഴുവൻ ഒരൊറ്റ വ്യൂ പോയിൻറ്റിൽ നിന്ന് കാണുന്നൊരു സ്ഥലം, അതാണ് ഈ ഒരു വ്യൂ പോയിൻ്റ്. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് അപ്പർ ശിവാലയിലേക്കാണ്. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കണ്ടതുപോലെയല്ല, ഇത് എത്രയാണ്ട് ഏക്കർ ഇങ്ങനെ കിടക്കുവാണ്. അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെയാണ്. അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അപ്പർ ശിവാലയിലേക്ക് പോകാം. പക്ഷേ ഓരോ സ്ഥലത്ത് ചെന്ന് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് എല്ലാ സ്ഥലങ്ങളും. ഓരോ സ്ഥലത്തെ കാഴ്ചകളും വ്യത്യാസം തന്നെയാണ്. നമുക്കിനി നേരെ അപ്പർ ശിവാലയിലേക്ക് നടക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ള വഴികൾ തന്നെയാണ് കേട്ടോ ഇവിടെ. നമ്മളിവിടെ നിന്ന് ആദ്യം കണ്ടൊരു വഴിയില്ലേ, ഈ ഒരു വഴി പോയപ്പോഴാണ് നമുക്കത് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റിയത്. ഓപ്പോസിറ്റുള്ള ഈ വഴി, റൈറ്റ് സൈഡിലുള്ള ഈ വഴി പോകുമ്പോഴാണ് അപ്പർ ശിവാലയം വന്നത്. ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെ നടന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഈ സ്റ്റെപ്പൊക്കെ കർണാടക ഗവൺമെൻറ് ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കേട്ടോ. ഈ ഒരു സ്ഥലത്ത് അത്രയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ നോക്കിയാലും ആ ഒരു വൃത്തിയും നമുക്ക് കാണാം. ഇവിടെയും ചെറിയൊരു കവാടമുണ്ട്. 2 പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ചെറിയൊരു വഴി. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഒരു വഴി തന്നെയാണ് കാണുന്നത്. ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുകൊണ്ട് കയറി പോകാനൊക്കെ എളുപ്പമുണ്ട്. ഞാൻ ആ കയറി വന്ന വഴിയുണ്ടോ, ഇത്രയും ചെറിയൊരു വഴി കൂടെയാണ് കയറി വന്നത്.
ശരിക്കും ഈ ഒരു കോട്ടയുടെ ഒരു ഫീൽ എന്ന് പറയുന്നതും ഇതുപോലുള്ള വഴികളാണ്. പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വഴിയും ശരിക്കും ഡയറക്റ്റ് സൂര്യപ്രകാശമൊന്നും ഇങ്ങോട്ട് എത്താത്ത ഒരുപാട് വഴികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗെയിമിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ശത്രുക്കളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ തോക്കൊക്കെ ആയിട്ട് പോകുന്ന കുറേ വഴികളില്ലേ, അതുപോലത്തെ വഴിയാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും വഴി തീർന്നത്, പിന്നെ നേരെ റൈറ്റിലേക്ക്, പിന്നെ ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്ക്, ഇങ്ങനെ വഴി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പാറക്കെട്ടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ വഴി കിടക്കുവാണ്. ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതെന്താണെന്നും മനസ്സിലാവില്ല. നല്ല ഭംഗിയുള്ളൊരു പിരമിഡൊക്കെ പോലെ ഉണ്ടല്ലേ. അങ്ങോട്ട് കയറി പോകാനായിട്ടൊരു സ്റ്റെപ്പും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി, ഉള്ളിൽ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ഇരുട്ടാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ തകർന്ന കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇതിൻ്റെ മേളിലൊരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും. ഈ ഒരു വഴിയുണ്ടോ, ഇതുപോലത്തുള്ള കുറേ അറകളിലേക്ക് പോകുന്ന ഹിഡൻ ആയിട്ടുള്ള കുറേ വഴികൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിലൂടെ കയറി ചെല്ലുമ്പോൾ അവിടേക്ക് ലോക്ക് ചെയ്തേക്കുമായിരിക്കും. അതുകൊണ്ട് ഇത് എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതുപോലെ കുറേ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഏക്കർ കണക്ക് കിടക്കുവാണ് ഈ ഒരു കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കുറേ സ്ഥലങ്ങൾ ഇതേപോലെ തകർന്ന കുറേ കെട്ടിടങ്ങളാണ്. ഇതൊക്കെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളാവാനാണ് സാധ്യത കൂടുതൽ. ഇതൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നുള്ളൂ, നമ്മൾ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കൊട്ടാരമൊക്കെ നമ്മൾ തന്നെ മനസ്സിൽ നിന്ന് ചിന്തിച്ചെടുക്കേണ്ടി വരും. ആ കാണുന്നതാണ് അപ്പർ ശിവാലയ ടെമ്പിൾ വരുന്നത്. എന്ത് ഭംഗിയല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട്. ഇതൊരു കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്. കാലത്തും പറ്റാത്തൊരു കുളവും കൂടി ഇവിടെ കാണാം. പാറയുടെ മുകളിൽ പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിച്ചൊരു വിസ്മയം തന്നെയാണ് ഈ ഒരു ടെമ്പിള്. ഇത് 6-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയെന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു ക്ഷേത്രമായിരുന്നത്. ഇന്നിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പകുതി ഭാഗങ്ങൾ മാത്രമാണ്. ശ്രീകോവിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും കാലപ്പഴക്കം കൊണ്ട് കുറേയൊക്കെ നശിച്ചു പോയെങ്കിലും അന്നത്തെ കാലത്തൊരു പ്രൗഢി വിളിച്ചു പോകുന്ന ഒരു ടെമ്പിൾ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കൊത്തുപണികളിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയൊക്കെ രൂപങ്ങളിവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നശിച്ചു പോയി. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം പറയുന്നത് ആദ്യം ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് അത് ഹിന്ദു ക്ഷേത്രമായി മാറിയെന്നാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ 3 ഗർത്തങ്ങളാണ്. അതായത് പെട്ടെന്നൊന്നും ശത്രുക്കൾക്ക് ഈ ഒരു ടെമ്പിൾ ആക്രമിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ബദാമി കേവ് ടെമ്പിൾസിൻ്റെയൊക്കെ അത്ര ഉയരത്തിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരെ ആ ഒരു ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അതും ഈ ഒരു ക്ഷേത്രം ഒരേ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ബദാമി ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. ശരിക്കും ഇതല്ലാതെ തന്നെ ഇതിനകത്ത് കുറേ വ്യൂ പോയിൻറ്റുകൾ, ചെറിയൊരു ടെമ്പിളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടി കാണാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് വരുന്ന സ്പോട്ടുകൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ ബദാമിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം സ്റ്റേ ചെയ്യാനുള്ള രീതിയിൽ വരണം, കാരണം അത്രയും കാണാനുണ്ട്. അങ്ങനെ ഫോർട്ടെല്ലാം കണ്ടിറങ്ങി ഇനി ഞാൻ പോകുന്നത് പട്ടടക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇതൊന്നും അധികം മലയാളികൾ കേൾക്കാത്തൊരു സ്ഥലമാണ് ഈ പട്ടടക്കൽ. അതിൽ ബദാമി ഇതുപോലെ തന്നെയാണ്. അധികം ആളുകൾക്കും അറിയില്ല ബദാമി. എല്ലാവരും ഹംപിയിൽ പോയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഈ പട്ടടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. വടക്കേ ഇന്ത്യയിലെ നാഗരശൈലിയിലും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയിലും ചേർന്നുള്ള കുറേ ക്ഷേത്രങ്ങളാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. ചരിത്രവും വാസ്തുവിദ്യയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് പട്ടടക്കൽ. അവിടെ ചെന്നാൽ നമുക്ക് കാണാനുള്ളതും ഇതുപോലുള്ള കുറേ ക്ഷേത്രങ്ങളാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ റൈഡൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്ര വെയിലാണ്. വേനലായതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ പോകുന്ന വഴിയിൽ കാണിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ നോക്കിയാലും കൃഷിത്തോട്ടങ്ങൾ മാത്രമാണുള്ളത്.
വേനലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയിലും കുറവുണ്ട്. അങ്ങനെ ഞാൻ പട്ടടക്കിലെത്തി. ചാലൂക്യ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ ഒരു മഹാ അത്ഭുതമാണ് ഈ പട്ടടക്കിൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് ചെറിയൊരു ടിക്കറ്റൊക്കെ ഉണ്ട്. 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ആ ടിക്കറ്റൊക്കെ എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അതുപോലെ നല്ലൊരു ലോൺ ഏരിയയൊക്കെ ഇവിടെ കാണാൻ പറ്റും. വൃത്തിയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെയാണ് ഈ ഒരു അമ്പലങ്ങളെല്ലാം ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു വലിയൊരു ചരിത്രം തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജൈന ക്ഷേത്രങ്ങൾ വരെ കാണാം കേട്ടോ. അധികം ആരും കാണാത്ത ടൈപ്പ് ഓഫ് ടെമ്പിളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആ ഒരു ലോൺ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗി നോക്കിയാൽ ടെമ്പിൾസ് എല്ലാം കാണാനായിട്ട്. ഇവിടെ എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നൊന്നും കൃത്യമായ കണക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ശ്രീകോവിലുകളൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാനിതിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണ് കാണുന്നത്. കാരണം ഇത് പൂർണ്ണമായിട്ടും കണ്ടു തീർക്കാൻ നമുക്ക് പറ്റില്ല, അത്രയേറെ ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ കയറി ചെല്ലുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജാക്കന്മാരുടെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. വാസ്തുവിദ്യയും കൊത്തുപണിയും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ അത്ര പ്രശസ്തമല്ല ഈ ഒരു ക്ഷേത്രം. നമ്മളിനി ഇവിടെ നിന്ന് പോകണം മല്ലികാർജുന ടെമ്പിളാണ്. ഓരോ സ്ഥലത്തും ഓരോ ടെമ്പിളുകളുണ്ട്. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും കാണാൻ അതുപോലെ തന്നെയുള്ളൊരു ക്ഷേത്രമാണിത്. ഇതും 8-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജ്ഞിമാർ നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിലേക്ക് കയറുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്ത് വെച്ചാലുണ്ടോ, എന്താ ഭംഗിയല്ലേ. വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തു വച്ചേക്കുന്നത്. പൂർണ്ണമായും കല്ലുകൊണ്ടാട്ടോ ഈ ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ മുന്നിൽ തന്നെ ഒരു നന്ദിയുടെ ഒരു ശില്പവും കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയ ഒരു വിശാലമായൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ തൂണിലൊക്കെ നല്ല രീതിയിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗവും കാണാം കേട്ടോ. പൂർണ്ണമായും വെളിച്ചമില്ലാതെ ഇതേപോലത്തെ കുറേ ഇരുട്ടറകളൊക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇതേപോലെ പല സ്ഥലത്തും ഇതേപോലെ ഇരുട്ട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ശരിക്കും വെളിച്ചമില്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടത്തേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ഷേത്രം കണ്ടിറങ്ങി ചെല്ലുന്നത് അടുത്തൊരു ക്ഷേത്രത്തിലേക്കായിരിക്കും. എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളാണ്. ഓരോ വലിപ്പത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ക്ഷേത്രവും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വിരൂപാക്ഷ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് വിരൂപാക്ഷ ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിൽ ചാലൂക്യരാജ്ഞിയായ ലോകമഹാദേവിയാണ് ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത്. പല്ലവ രാജാക്കന്മാരുടെ മേലുള്ള തൻ്റെ ഭർത്താവ് വിക്രമാദിത്യൻ രണ്ടാമൻ്റെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം അന്ന് നിർമ്മിച്ചത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ശിവനാണ്. മറ്റൊരു പേരും കൂടി ഉണ്ട്, വിരൂപാക്ഷൻ എന്ന പേരിലും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. തുണികളിലേക്കൊരു വൈവിധ്യം തന്നെ നമുക്ക് ഇവിടെ കാണാം. ക്ഷേത്രത്തിന് അകത്തും ധാരാളം കൊത്തുപണികളുണ്ട്.
വലിപ്പം കൊണ്ടും സവിശേഷത കൊണ്ടും ഇവിടുത്തെ ഒന്നാമത്തെ ക്ഷേത്രവും ഇത് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും നിത്യപൂജ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളതിൽ വെച്ച് പൂജ നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം കൂടി ഇതാണ്. ഈ പടങ്ങളെല്ലാം കണ്ടോ, ഇത് വരച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും. ദൈവത്തിൻ്റെ അനുഗ്രഹസിദ്ധി എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഒരു മനുഷ്യൻ. തൻ്റെ വൈകല്യത്തെ തനിക്കൊരു ഭാരമല്ലെന്ന് ചിത്രങ്ങളിലൂടെ വരച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു നന്ദിയുടെ ഒരു പ്രതിമയും നമുക്ക് കാണാം. ചാലൂക്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ശില്പമാണിത്. ഒറ്റ കല്ലിലാട്ടോ ഈ ഒരു നന്ദിയുടെ ഒരു പ്രതിമ തീർത്തിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിന് മറ്റൊരു കവാടം കൂടി ഉണ്ട്. ഇവിടെ നിന്നുള്ള ഈ കവാടം നേരെ കയറി ചെല്ലുന്നത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാട്ടോ. ഇനി അടുത്തത് കാണാനുള്ളത് സംഗമേശ്വര ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം പല്ലവ രാജാവായ രാജസിംഹൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. ചാലൂക്യ കാലഘട്ടത്തിൽ നിർമ്മിച്ച ദ്രാവിഡ ശൈലിയിലുള്ളതാണ്. ഇതും 8-ാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രം. അടുത്ത ക്ഷേത്രം ഗലഗനാഥ ടെമ്പിളാണ്. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ക്ഷേത്രം വടക്കേ ഇന്ത്യയിലെ നാഗരശൈലിയും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ചേർന്നൊരു സംയോജനമാണ് കാണുന്നത്. ശരിക്കും ഇതിൻ്റെ കുറേ ഭാഗങ്ങളെല്ലാം തകർന്നു പോയി. അവശേഷിപ്പിക്കുന്ന ഇത് മാത്രമാണ് നിലവിൽ കാണാനുള്ളൂ. ഇതാണ് ജംബുലിംഗ ടെമ്പിൾ. ഇതൊക്കെയാണ് പട്ടടക്കലിൽ കാണാനുള്ളത്. ഞാനിതിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമാണ് കാണിച്ചത്. ഇനിയും ഞാൻ കാണിക്കാത്തത്, ഇനി പോകാത്തതായിട്ട് കുറേ ക്ഷേത്രങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബദാമിൽ ഐഹോള എന്ന് പറയുന്ന സ്ഥലം കൂടി നമുക്ക് കാണാനുണ്ട്. പട്ടടക്കലിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാനിനി അടുത്ത് പോകുന്നത് ഹംപിയിലേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഹംപിയിലെ വീഡിയോ കാണാം. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് മീ ആദു.